KSRTC ബസ്സുകളിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാരുടെ കണക്ക് പുറത്ത്. തിങ്കൾ മുതൽ ഇന്നലെ വരെ ശരാശരി 6,99,147 വനിതകളാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്തത്. സൗജന്യ യാത്ര അനുവദിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുത്തത്. പദ്ധതി വടക്കൻ ജില്ലകളിൽ കാര്യമായി പ്രയോജനപ്പെടില്ല. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകൾ കുറവായതാണ് കാരണം. ജൂൺ 15 മുതലാണ് സ്ത്രീ യാത്രക്കാർക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുക. രാവിലെ 8:30 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. സൗജന്യ യാത്രയ്ക്കായി ഏകദേശം 2 കോടി രൂപ ഒരു ദിവസം ചെലവ് വരുമെന്നും ഇതിന്റെ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. വലിയ ബാധ്യത ഉള്ളൊരു നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ആ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെൻറ് അത് KSRTCക്ക് ഗ്രാൻഡായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ധനകാര്യപരമായിട്ട് ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, നമ്മുടെ ഇക്കോണമിക്ക് ഇത് ഗുണകരമായി തീരും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അവരുടെ മറ്റ് ചിലവുകളിലേക്ക് പോവുകയും അവരുടെ പ്രോട്ടീൻ ഡെഫിസിറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നിൻ്റെ, അവരുടെ രക്ഷാകർത്താക്കളുടെ മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഈ പണം തിരിഞ്ഞൊഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖരനാണ് ചെന്നത്. ചന്തു, നമുക്കറിയാം തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ വാഗ്ദാനം അത് ഉടൻ തന്നെ നടപ്പിലാകാൻ പോവുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാകുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാനത്തിന് ഇത് വലിയൊരു ബാധ്യതയാവുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസത്തെ കണക്ക് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രാബല്യത്തിലാകുമ്പോൾ ഇത് സർക്കാർ എങ്ങനെയാണ് നേരിടാൻ തയ്യാറാകുന്നത്? അഞ്ജലി, ഈ കണക്കുകൾ ഒരു ശരാശരി കണക്കാണ്. ഈ കണക്ക് സംബന്ധിച്ച് മാറ്റമുണ്ടാകും. കാരണം സൗജന്യ യാത്ര അനുവദിച്ചു തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് KSRTCയുടെയും വിലയിരുത്തൽ. കാരണം മറ്റ് സ്വകാര്യ ബസ്സുകളെയൊക്കെ ആശ്രയിക്കുന്നവർ കൂടുതലായി തന്നെ KSRTC ഓർഡിനറി ബസ്സുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ കണക്ക് നേരത്തെ സൗജന്യ യാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് KSRTC എടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അത്തരത്തിൽ 2 ഘട്ടമായി കണക്കെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ കണക്കുകൾ KSRTC പുറത്തുവിട്ടിരുന്നില്ല. എന്തായാലും ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തത് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള കണക്കുകളാണ്. അതിൽ 27,96,588 സ്ത്രീകളാണ് ഓർഡിനറി ബസ്സിൽ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്നതെന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരു ദിവസത്തെ ശരാശരി കണക്കെടുത്താൽ ഈ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്ത സ്ത്രീകളുടെ ഒരു ദിവസത്തെ ശരാശരി കണക്ക് 6,99,147 തിങ്കൾ മുതൽ വ്യാഴം വരെ ആകെ 40,43,769 സ്ത്രീകൾ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്തു എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ യാത്രക്കാർ അത് വനിതാ യാത്രക്കാർ തന്നെ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരത്തെയും KSRTC സംബന്ധിച്ച് എത്ര യാത്രക്കാരാണ് ഈ KSRTC ആശ്രയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കണക്കെടുപ്പായിരുന്നു. അതനുസരിച്ച് പദ്ധതി വിഭാവനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കണക്കെടുപ്പ് തുടങ്ങിയതും. എന്തായാലും 2 കോടി രൂപ KSRTCക്ക് ഈ സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ദിനം പ്രതി ആകുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കുന്നത്. KSRTCയിൽ ബാധ്യതയായി വരില്ല, സർക്കാർ ഗ്രാൻഡായി അനുവദിക്കുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ 15-നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 15-ന് തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ശേഷം അവിടെ നിന്നും അദ്ദേഹം സെക്രട്ടേറിയറ്റ് വരെ ഈ ആദ്യത്തെ ബസ്സിൽ യാത്ര ചെയ്യും. അതിൽ സ്ത്രീ ശാക്തീകരണം എന്ന ഉദ്ദേശത്തോടു കൂടി വനിതാ ജീവനക്കാരെ, അതായത് കണ്ടക്ടറും ഡ്രൈവറും വനിതാ ജീവനക്കാരായിരിക്കുമെന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ ഈ പദ്ധതി നടപ്പാകുമ്പോൾ വടക്കൻ മേഖലകളിലേക്ക് കൂടുതൽ കാര്യമായി പദ്ധതി എത്തുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച ഒരു കണക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ 98 KSRTC ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അത്തരത്തിൽ മലബാർ മേഖലയിൽ ഇപ്പോൾ കോഴിക്കോട് എടുത്താൽ 156 ഓർഡിനറി സർവീസുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. കാസർഗോഡേക്ക് പോകുമ്പോൾ 128 ഓർഡിനറി സർവീസുകൾ മാത്രമാണ് വരുന്നത്. ഇത്തരത്തിൽ പലയിടത്തും സർവീസുകൾ, വടക്കൻ ജില്ലകളിലേക്ക് സർവീസുകൾ, ഓർഡിനറി സർവീസുകൾ KSRTCക്ക് പ്രത്യേകിച്ച് വളരെ കുറവാണ്. അവിടെ
ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് തെക്കൻ മേഖലകളിലേക്ക് മാത്രം ഇതിൻ്റെ ഒരു സൗജന്യ യാത്രയുടെ പ്രയോജനം ചുരുങ്ങിപ്പോകുമോ എന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട്. എന്തായാലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കൂടുതൽ ബസ്സുകൾ ഒക്കെ സർവീസ് നടത്തും. ഇപ്പോൾ ആകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ 15-ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശരി, എന്തായാലും ജൂൺ 15 തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ടാകും.